ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ നടന്ന മൂന്നാമത്തേതും അവസാനത്തേതുമായ ഏകദിനത്തിൽ ന്യൂസിലാൻഡ് ഇന്ത്യയെ തോൽപ്പിച്ചു. 41 റൺസിനാണ് ന്യൂസിലാൻഡ് വിജയിച്ചത്. ഇതോടെ പരമ്പര 2-1 ന്യൂസിലാൻഡ് സ്വന്തമാക്കി. ഏകദിന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ന്യൂസിലാൻഡ് ഇന്ത്യയിൽ വന്ന ഒരു ഏകദിന പരമ്പര നേടുന്നത്. 2 വർഷം മുമ്പ് ഇന്ത്യയിൽ വന്ന ന്യൂസിലാൻഡ് ഒരു ടെസ്റ്റ് പരമ്പര സമ്പൂർണ്ണ വിജയം സ്വന്തമാക്കിയിരുന്നു. 2 വർഷത്തിനു ശേഷം ഇതാ ഒരു ഏകദിന പരമ്പരയുടെ ന്യൂസിലാൻഡ് സ്വന്തമാക്കി. ന്യൂസിലാൻഡിൻ്റെ രണ്ടാംകട ടീമാണ് ഇന്ത്യയെ തോൽപ്പിച്ചത് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ന്യൂസിലാൻഡിൻ്റെ പ്രമുഖ താരങ്ങളെല്ലാം വിശ്രമത്തിലായിരുന്ന പരമ്പരയായിരുന്നു ഇത്. ആദ്യ മത്സരത്തിൽ തോറ്റ ശേഷം ശക്തമായ തിരിച്ചുവരവാണ് രണ്ടാം മത്സരത്തിലും മൂന്നാം മത്സരത്തിലും ന്യൂസിലാൻഡ് കാഴ്ചവെച്ചത്. ഇൻഡോറിൽ ടോസ് നേടിയ ഇന്ത്യ ന്യൂസിലാൻഡിനെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. ഇന്ത്യയുടെ കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ട് ന്യൂസിലാൻഡ് നിശ്ചിത 50 ഓവറിൽ 8 വിക്കറ്റിന് 337 റൺസാണ് അടിച്ചുകൂട്ടിയത്. ന്യൂസിലാൻഡിന് വേണ്ടി ഡാനിയൽ മിച്ചലും ഗലെൻ ഫിലിപ്പും സെഞ്ചുറി നേടിയപ്പോൾ ഇന്ത്യക്ക് വേണ്ടി വിരാട് കോഹ്ലിയും സെഞ്ചുറി നേടി. ഡാനിയൽ മിച്ചലാണ് പ്ലെയർ ഓഫ് ദ മാച്ചും പ്ലെയർ ഓഫ് ദ സീരീസും. ഹർഷത് റാണയും നിതീഷ് കുമാർ റെഡ്ഡിയും അർദ്ധ സെഞ്ചുറിയും